ഇതല്ല കടാതിയിലുള്ള നീലക്കുളത്തിട്ടുള്ള വഴി. അടിപൊളി. സൂപ്പർ സൂപ്പർ കുളം. എവിടെ വന്ന് ചാടാം, ഇവിടെ നിന്ന് ചാടാം. ഇത് റീൽസിൽ പറയും പോലെ തന്നെ ആണല്ലോ. ഇത് ശരിക്കും അടിവശം കാണട്ടോ അല്ലേ? നന്നാക്കി വേനപ്പാട് നന്നാക്കിയ സൂപ്പർ സ്ഥലം. ഇത് നല്ല സൂപ്പർ സ്ഥലം കേട്ടോ, കുളിക്കാനൊക്കെ ആയാലേ. ആൾക്കാരുടെ പോയിന്റ് പറഞ്ഞു, കടാവി പള്ളിക്കാലത്ത് നിന്ന് വടക്കേക്കരമല ആ വഴി ഒരു വണ്ടർ സംഭവം കേട്ടോ അല്ലേ? ഇത് പിള്ളേർ വൈകുന്നേരം വരുന്നേ. എവിടെ നിന്നൊക്കെ, എറണാകുളത്ത് നിന്നൊക്കെ തന്നെ പിള്ളേർ തന്നെ, പല സ്ഥലത്തു നിന്ന് തന്നെ. ഈ റീൽസ് കണ്ടിട്ട് തന്നെയാന്നേ. ഇത്രയും വലിയൊരു കുളം, സൂപ്പർ കുളം ഇത്ര അടുത്തുണ്ടെന്ന് ഞാനറിഞ്ഞില്ല കേട്ടോ. ഇവിടെ നോക്കി ശരിക്കും കുളത്തിൻ്റെ അടിവശം കാണാൻ പറ്റും അല്ലേ? അത്രയ്ക്കും പ്യുവർ വെള്ളമാണ് ഇതിനകത്ത്. ഇത്രയ്ക്കും പ്യുവറായിട്ടുള്ളൊരു നാച്ചുറലായിട്ട് ഒരു കുളം നമ്മുടെ ഈ പ്രദേശത്തുണ്ടോയെന്ന് അറിയാൻ പറ്റില്ല. നീലക്കുളം. ഈ കുളത്തിൽ നിന്നുള്ള വെള്ളം ഇങ്ങോട്ട് ഒഴുകി പോകുന്ന ഒരു തോടാണ് നിങ്ങൾ കാണുന്നത്. അങ്ങനെ അങ്ങോട്ട് ആ തോട്ടിട്ട് പോവില്ലേ? ഗൈസ്, സോഷ്യൽ മീഡിയയിലൂടെ ഏറെ ശ്രദ്ധ ആകർഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുളമാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇത് വരുന്നത് കടാതിയിലാണ്. കടാതി പള്ളിത്താഴത്താണ് ഈ നീലക്കുളമുള്ളത്. മൂവാറ്റുപുഴയിൽ നിന്നും 5 കിലോമീറ്റർ മാറി കടാതി പള്ളിത്താഴത്ത് നിന്നും 2 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഈ കുളത്തിലോട്ട് എത്താം. നിങ്ങൾക്കൊരു ഇട ദിവസങ്ങളിലും മറ്റും നീന്തൽ കുളിക്കാനാണെങ്കിൽ ഏറ്റവും അനുയോജ്യമായ ഒരു ഇടമാണ് ഈ നീലക്കുളം. നിങ്ങളെ നീന്താനും മറ്റും ഒത്തിരി കുട്ടികൾ ഇവിടെ എത്തുന്നുണ്ട്. നിങ്ങളുടെ ഒരു ദിവസം നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല സ്പോട്ടാണ് കടാതിയിലെ ഈ നീലക്കുളം. ശരിക്കും ഒരു അടിപൊളി പോകാട്ടോ അല്ലേ? ഒരു ശരിക്കും ഒരു നാച്ചുറൽ പോണ്ട്. മൂവാറ്റുപുഴയിൽ നിന്നും 5 കിലോമീറ്റർ മാറി എറണാകുളം റൂട്ട് എറണാകുളം കോലഞ്ചേരി റൂട്ടിൽ കടാതി പള്ളിത്താഴം. അവിടെ നിന്നും വടക്കേക്കരമലയിൽ നിന്നും ഒരു 1 കിലോമീറ്ററിൽ കൂടുതൽ സഞ്ചരിച്ചാൽ നീന്തൽക്കുളത്തിൽ വന്ന് നമുക്ക് നീന്താനും അതുപോലെ തന്നെ കുളിക്കാനും നല്ല സൗകര്യമുണ്ട്. നീന്തൽ പഠിക്കാനും നല്ല സൗകര്യമുണ്ട്. ഒരു കാര്യം ചോദിക്കട്ടെ, ഇത് പഞ്ചായത്തിൻ്റെ ആണോ ഈ കുളം? ഈ കുളം പഞ്ചായത്തിൻ്റെ ആണ്. പഞ്ചായത്ത് പോയാലേ? ഈ വർഷകാലത്ത് മാത്രമാണ് ഇങ്ങനെ വെള്ളം ഉണ്ടാവുള്ളൂ അതോ? അല്ല, വേനൽക്കാലത്ത് വെള്ളം ഉണ്ടാവും, എന്നാൽ ഇത്രയും വെള്ളം ഉണ്ടാവില്ല. വർഷകാലത്താണ് ഒരു ഫുള്ള് വെള്ളം ഉണ്ടാവണം. അത് കഴിഞ്ഞാൽ വെള്ളം പറ്റി അടിയിലും ശരിക്കും നീന്താൻ പാകത്തിന് വെള്ളം ഉണ്ടാവാറുണ്ട്. നീന്താൻ പാകത്തിന് വെള്ളം ഉണ്ടാവാറുണ്ട്. അങ്ങനെയാണ് അതിൻ്റെ. അപ്പോൾ വർഷകാലത്തിലാണ് ഏറ്റവും കൂടുതൽ വെള്ളം ഇല്ലാത്തത്. ഏറ്റവും കൂടുതൽ വെള്ളം ഉണ്ടാവുക. അത് നല്ല സുഖമാണ് നീന്തൽ പഠിക്കാനും ഇറങ്ങി കുളിക്കാനും. അടി വരെ സ്റ്റെപ്പുണ്ട് ഇതിന്, ഇറങ്ങി കുളിക്കാനും എല്ലാം കൊണ്ട് സൗകര്യമുണ്ട്.